പ്രിയപ്പെട്ട കുട്ടികളെ, 10th മാത്തമാറ്റിക്സിലെ ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ വിസിബിൾ ആക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക, ചാപ്റ്ററിൻ്റെ പേര് വെച്ചിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ PDF നിങ്ങൾക്ക് അയച്ചു തരാം, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ടാണ്. ഇപ്പോൾ എക്സാം ഇങ്ങ് അടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ആൻസർ ഇതിലുണ്ടാവും. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ നിങ്ങൾ മേക്ക് ചെയ്യാം, ക്വസ്റ്റ്യനും ആൻസറും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ ചാപ്റ്ററിൽ ഏകദേശം 23 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മളിത് ഈ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലൊക്കെ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ വിസിബിൾ ആക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ വെക്കുക, ചെയ്ത് നോക്കാം. ഇൻ ദ പിക്ചർ ട്രയാങ്കിൾ PQR ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫിഗറൊക്കെ ഒന്ന് ഞാൻ ഇവിടെയും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ പറ്റിയാണ് പറയുന്നത് ഇവർ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. PQR ഇവിടെ P എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ Q എന്ന് മാർക്ക് ചെയ്തു, ഇവിടെ R എന്ന് മാർക്ക് ചെയ്തു. ഹൈപ്പോട്ടനസ് 2 സെൻറ്റിമീറ്റർ ആണ്, ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇത് കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ 2ഉം 1ഉം വരുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഓടിയെത്തേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അത് സാധാരണ 1 മാർക്ക് ചെയ്യുമ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ ഡബിളായ 2 എന്ന് മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 60 ഡിഗ്രി എന്നോട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഓടിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ 10th ആദ്യത്തെ സെക്ഷനിൽ തന്നെ പഠിച്ചാണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഡബിളാണ് 90ക്ക് ഓപ്പോസിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എപ്പോഴും എന്തേ വരുള്ളൂ, √3 ആയിരിക്കും കേട്ടോ, 1√3. സോ അവർ ചോദിച്ചത് PQൻ്റെ ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ PQ ഈസ് ഈക്വൽ ടു √3 ആൻഡ് ആംഗിൾ ബി എത്രയാണെന്നാണ് പിന്നെ ചോദിച്ചത്. ആംഗിൾ ബി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോറി, ആംഗിൾ മാറിപ്പോയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആംഗിൾ QRP ആംഗിൾ QRP എത്രയാണെന്നാണ് ചോദിച്ചത്. പറയാം, QRP എത്ര ഡിഗ്രിയാണ്, 60 ഡിഗ്രി ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇതൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വലിയൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ABC സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല, ഇപ്പം നമ്പർ ഇടാം. ABCD ഈസ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ABCD ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ഇതിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് 10 മീറ്റർ ആണ്, അല്ലെ 10 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണെന്ന്. ദെൻ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മെഷർമെൻ്റ് ഒക്കെ ഒന്ന് പറഞ്ഞിരി. അവിടെ 30 ഡിഗ്രിക്ക് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ പറഞ്ഞോ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് നേരത്തെ പറഞ്ഞു അതിൻ്റെ ഹാഫായ 5 ആയിരിക്കും. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഈ സൈഡ് വരുന്നത് 5√3 ആയിരിക്കും. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. അതായത് 5√3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ABC ആണ് അവർ ചോദിച്ചത്, അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഓഫ് AB അതും നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ BC ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ ആംഗിൾ A ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്ന് ഇവിടെ കാണിച്ചു തരാം. ഒരു സർക്കിളാണ്. ഈ സർക്കിളിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ഗിവൺ ആണ്. ട്രയാങ്കിളിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇവിടെ A എന്ന് തന്നു, ഇവിടെ B എന്ന് തന്നു, ഇവിടെ C എന്ന് തന്നു. ഈ ആംഗിള് 50 ഡിഗ്രി എന്ന് തന്നു. പിന്നെ സെൻറ്റർ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 4 സെൻറ്റിമീറ്റർ അതും തന്നു. ഇനി നിങ്ങളോട് ചോദിച്ച വർക്കിലേക്ക് നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഇവരെന്താ ചോദിച്ചതെന്ന് വെച്ചാൽ
വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ? ഡയമീറ്റർ എന്താണെന്നാണ് ചോദിച്ചത്. ഡയമീറ്റർ കണ്ടുപിടിക്കാതെ ബി സി ഫൈൻഡ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ബി സി ഈസ് ഈക്വൽ ടു 2r സൈൻ എ. അപ്പോൾ ബി സി നോക്കിട്ടോ, ബി സി വെക്കുമ്പോൾ ബി സി 2r സൈൻ എ, സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അപ്പോൾ എ സി വരുമ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞു, കെ സി ഈസ് ഈക്വൽ ടു 2r സൈൻ ബി. കണ്ടോ? അപ്പോൾ എ ബി വരുമ്പോഴോ എ ബി ഈക്വൽ ടു 2r സൈൻ സി. അപ്പോൾ ഞാനിവിടെ ബി സി എടുക്കാൻ കാരണം ബി സി നമുക്ക് ഗിവൺ ആണ്, 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 2r സൈൻ എ. സൈൻ എ എന്ന് പറയുമ്പോൾ 50 ഡിഗ്രി. കണ്ടോ? വീണ്ടും 4 ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് ഗിവൺ ആണ് 0.77. കണ്ടോ? 0.77. അത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ 4/0.77 ഈസ് ഈക്വൽ ടു 2r. അപ്പോൾ 2r ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? 4 ഡിവൈഡഡ് ബൈ 0.77 എന്ന് വരുന്നു. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടിനെയും. അപ്പോൾ 400 ഡിവൈഡഡ് ബൈ എത്ര വരുന്നത്? 77 എന്ന് വരും. 400നെ നിങ്ങൾ 77 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ലാട്ട് ഡിവൈഡ് ചെയ്തുകൂടെ തന്നെ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ഞാനിവിടെ ചെയ്യുന്നില്ല, അത് നിങ്ങൾ പഠിക്കുക. ഇത് ക്വസ്റ്റ്യൻ നമ്പർ എത്ര വരുന്നതെന്ന് അറിയാം. 3rd ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത് കേട്ടോ. അപ്പോൾ 3rd ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് വേണ്ടത് 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരുമ്പോൾ ദാ റെക്റ്റാങ്കിൾ ഉണ്ട് കേട്ടോ. റെക്റ്റാങ്കിളിനെ പറ്റി തന്നെയാണ് അവർ പറഞ്ഞത്. റെക്റ്റാങ്കിളിൻ്റെ പേര് കൊടുക്കാം PQRS. റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൽ ഒരു ഡയഗണൽ ഗിവൺ ആണ്. ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് ഇവർ പറയുന്നത് 9 എന്നാണ്. ഈ ആംഗിൾ 49 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. 50 അല്ല തന്നത്, 49 ഡിഗ്രി. എന്നിട്ട് ഇവർ ചോദിച്ചത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സൈഡിനെ വിളിക്കുന്ന പേര് ഓപ്പോസിറ്റ് സൈഡ്, ഇതിനെ വിളിക്കുന്ന പേര് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഏത് ഉപയോഗിച്ചിട്ട്? ഹൈപ്പോട്ടന്യൂസ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരായിരുന്നു? പറയൂ. സൈൻ അല്ലേ? സൈൻ 49 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി സൈൻ 49ൻ്റെ വാല്യൂ എത്രയാ പറയോ? ആർക്കെങ്കിലും അറിയോ? 0.75. കണ്ടോ? 0.75 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ QR ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 9. ഈ ഡിവൈഡഡ് ബൈ 9നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. സോ 0.77 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? QR. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണം. അതായത് ജസ്റ്റ് 77നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കിട്ടിയ ആൻസറിൽ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് മാർക്ക് ചെയ്യാം. ഇനി അപ്പോൾ അത് കഴിഞ്ഞെങ്കിൽ അടുത്തത് നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാം. ആരെ വെച്ചുകൊണ്ട്? ഹൈപ്പോട്ടന്യൂസിനെ വെച്ചുകൊണ്ട് അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരായിരുന്നു? പറഞ്ഞു നോക്കി. ആരാ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആരുമല്ല. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ കോസ് ആണ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡിനെ ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ആണ് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് ഒന്ന് പറഞ്ഞു നോക്കാം. പറയും കോസ് 49 ഡിഗ്രി ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വീണ്ടും കോസ് 49ൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അത് നിങ്ങൾക്ക് തരുന്ന വാല്യൂ എത്രയാ? കോസ് 49ൻ്റെ വാല്യൂ 0.66. കണ്ടോ? 0.66 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് PQ ഡിവൈഡഡ് ബൈ 9. ഈ 9നെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുക. 0.66 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു PQ. ദെൻ PQ ഈസ് ഈക്വൽ ടു അത് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അതും ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. 23 ക്വസ്റ്റ്യൻ ഉണ്ട്. അത്രയും ക്വസ്റ്റ്യൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് തീരണമെങ്കിൽ ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവർ മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കുക. ബുദ്ധിമുട്ടുള്ള ആളുകൾ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. അപ്പം അങ്ങ് റെഡി ആയിക്കോളും. ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോണം. ഒരു ട്രയാങ്കിൾ ഗിവൺ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 10ഉം അതേപോലെ തന്നെ ഈ സൈഡ് 8ഉം ആണ്. ഈ സൈഡ് വരുന്നത് ഈ ആംഗിൾ വരുന്നത് 50 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ½ BH ആണെന്നറിയാം അല്ലേ?
ഹാഫ് BH. അപ്പോൾ ഞാനിതിൽ വാല്യൂ കൊടുക്കുകയാണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്ര 10 ഇൻറ്റു ഹൈറ്റോ അതറിയില്ല. ആ ഹൈറ്റ് എന്ന് പറയുന്നത് നോക്കി പിക്ചറിൽ നോക്കി, ഇതാണ് ആ ഹൈറ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയിം കൊടുക്കാൻ പോവാം. അപ്പോൾ ഓൾറെഡി ഇതിൽ നെയിം കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യമായി. ABC എന്ന് നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ D എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ D എന്ന് മാർക്ക് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ, ഞാനിവിടെ ട്രയാങ്കിളിന് ഷെയ്ഡ് ചെയ്തു കേട്ടോ. ആ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസുമായിട്ട് കണക്ഷനുള്ള sin 50 ഉപയോഗിച്ചാൽ നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ sin 50 ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് എടുക്കാം. sin 50യുടെ വാല്യൂ വരുന്നത് 0.77 കണ്ടോ. 0.77 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ഹൈറ്റ് എന്ന് എഴുതിക്കോ. ഓക്കെ, ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്ര 8. അതിങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 0.77 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് കിട്ടും. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8 × 7 56 ആണ്. അപ്പോൾ 5 ബാലൻസ് ഉണ്ട്. 8 × 7 56ഉം 5ഉം 61 ശരിയല്ലേ. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വേണ്ടത് 6.16 എന്നാണ് ഹൈറ്റ് കിട്ടുന്നത്. 6.16. ഹാഫ് ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 6.16. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റായി. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം, മാർക്ക് കളയരുത്. ക്വസ്റ്റ്യൻ നമ്പർ 5 കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് കിടക്കാം. BC ഈസ് ദ കോഡ് ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് O. അപ്പം നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യനിലെ ഫിഗർ ഞാനൊന്ന് ഇതിൽ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവും. ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ, ഒരു സർക്കിൾ വന്നിരിക്കുന്നത് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ ആയിട്ടാണ്. ഇവിടെ നമുക്ക് ആംഗിൾ ഗിവൺ ആണ് 60 ഡിഗ്രി ആണെന്ന് തന്നു. ആംഗിൾ A 60 ഡിഗ്രിയാണ്. ഇവിടെ B, ഇവിടെ C, ഇവിടെ A എന്ന് മാർക്ക് ചെയ്യാം. ആംഗിൾ A 60 ഡിഗ്രിയാണ്. കൂടാതെ BC എന്ന് പറയുന്ന ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. കണ്ടോ, സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്തായിരുന്നു, BC ഈസ് ഈക്വൽ ടു 2R sin A എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷേ ഒരു ചെറിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് തന്നില്ല, പറയൂ, എന്ത് തന്നിട്ടില്ല, സൈൻ്റെ വാല്യൂ തന്നില്ല. അപ്പോൾ ആ സൈൻ്റെ വാല്യൂ sin 60 √3/2 ആണെന്ന് അറിയാവുന്നവർക്ക് അത് വെച്ച് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. sin 60 √3/2 കേട്ടോ, അത് വെച്ചങ്ങ് ചെയ്താൽ മതി. ഇനി അത് അറിഞ്ഞുകൂടാത്ത ആളുകൾ എന്ത് ചെയ്യാം, നേരെ ഞാൻ ഇനി ചെയ്യുന്ന വർക്ക് നോക്കിക്കോളൂ. അല്പം വലുതാക്കി പിക്ചർ വരച്ചില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിനെ കൊണ്ടാണ് വായിച്ചത്. കണ്ടോ, സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഞാൻ ഇതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അല്ലാതെ ആദ്യം ട്രയാങ്കിൾ വരച്ചിട്ടാണ് ചെയ്യേണ്ടത്, പണിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടാവും, നിങ്ങൾ പറയും 120 ഡിഗ്രി ഉണ്ടാവും, ശരിയല്ലേ. ഇതിൻ്റെ താഴേക്ക് ഞാൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ 120 ഡിഗ്രി എന്തായിട്ട് കട്ടായി, 2 വാല്യൂ ആയിട്ട് കട്ടായി. എത്ര വെച്ചിട്ട് പറയും, 60 വെച്ചിട്ട് കട്ടായി. അപ്പം ഞാനത് മായ്ച്ച എന്തിനാ വെച്ചാൽ എഴുതി മായ്ച്ച നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഇവിടെ ഇപ്പോൾ 60 ഡിഗ്രി ആയി. അതേപോലെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നത് അതും പറഞ്ഞ പോലെ തന്നെ കട്ടായി. അതും ഞാൻ എഴുതിയത് മായ്ക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് 5, അതേപോലെ തന്നെ ഇവിടെയും 5 കണ്ടോ. ഇനി ക്ലാസ് എത്തിച്ച ഇവിടെ 90. ഇനി കേട്ടോ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടാവുക, ഒന്നും നോക്കണ്ട, 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാനിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ആ ട്രയാങ്കിൾ ഇതാണ്. ഞാനിവിടെ ഷെയ്ഡിങ് കൊടുത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനി ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ പറയണം 30 ഡിഗ്രി 60ക്ക് ഓപ്പോസിറ്റ് എത്രയാണുള്ളത്, 5 ആണുള്ളത്, ശരിയല്ലേ. അങ്ങനെ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 30ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക, പറഞ്ഞോളി. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരിക, 60ക്ക് ഓപ്പോസിറ്റ് 5 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 60ക്ക് ഓപ്പോസിറ്റ് എത്രയാണോ ഉള്ളത് അത് √3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 5/√3. അങ്ങനെയാണ് 90ക്ക് ഓപ്പോസിറ്റ് എന്താ വരിക, ഈ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിളാണ് വരിക, 10/√3. എന്താ കിട്ടിയത്, 10/√3. 5/√3യുടെ ഡബിളാണ് 10/√3 എന്ന് പറയുന്നത്. ഇനി നോക്കിയോ, ഇപ്പോൾ ഈ കിട്ടിയ വാല്യൂ ഇല്ലേ, ഇതാണ് കിട്ടിയത്. ഈ കിട്ടിയ വാല്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇതാണ് ഈ സർക്കിളിൻ്റെ റേഡിയസ്, ശരിയല്ലേ. അപ്പോൾ അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്നാണ്. റേഡിയസ് ഓഫ് സർക്കിൾ നമ്മളിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, എന്താ വരുന്നത്, 10/√3 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമുക്ക് തന്ന ഫിഗറിൽ ആ ഒരു ആംഗിൾ എത്രയാണോ നോക്കിക്കോണം കേട്ടോ. 60 ഡിഗ്രിക്ക് മാത്രമുള്ള പ്രത്യേകത കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് 10 ആണെങ്കിൽ റേഡിയസ് വരുന്നത് 10/√3 ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഇവിടെ 8 ആണെങ്കിൽ 8/√3 ആയിരിക്കും, 4 ആണെങ്കിൽ 4/√3 ആയിരിക്കും. പക്ഷേ അങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് ചിലപ്പോൾ തന്നോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത്യാവശ്യം സ്റ്റെപ്പുകളൊക്കെ എഴുതിയിട്ട് ചെയ്യണം കേട്ടോ. ആൻസർ നിങ്ങൾക്ക് അറിയാം, അത് പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ചെയ്യുന്നത്. നോക്കിക്കോളാം കേട്ടോ. 7th ക്വസ്റ്റ്യൻ എന്താ വരിക എന്നുള്ളത് നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ. 7th ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. പാരലലോഗ്രാം ആണ് തന്നത്. അപ്പോൾ ഒരു പാരലലോഗ്രാം ഞാനിവിടെ റഫായിട്ട് വരയ്ക്കുകയാണ്. പാരലലോഗ്രാമിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നത്, ഇവിടെ ബേസ് 10 തന്നിട്ടുണ്ട്, ഇത് 6 എന്ന് തന്നിട്ടുണ്ട്, ഇവിടെയുള്ള ആംഗിൾ നമുക്ക് 60 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോട്ടം ആൻഡ് സൈഡ്സ് ഹൈറ്റ് കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് പാരലലോഗ്രാം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കാം 90 ഡിഗ്രി. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി ചെയ്യാം. ഈ ഒരു ട്രയാങ്കിള് നമുക്ക് കൺസിഡർ ചെയ്താൽ നിങ്ങൾ പറഞ്ഞോളി, ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് കൺസിഡർ ചെയ്ത് ആ കിട്ടുന്ന ഹൈറ്റ് ആയിരിക്കും കേട്ടോ. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ പറയും, പിന്നെ എന്താ പറയുക, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണ്. ഇവിടെ ഒരു 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇത് എത്ര വരുന്നത്, 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരിക, 3√3. എന്താ വരിക, 3√3. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ബേസ് കിട്ടി. എത്ര ബേസ് വരുന്നത് പറഞ്ഞോളി. ബേസ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3√3 സെൻറ്റിമീറ്റർ. Then area is equal to BH, that is equal to 10 into 3√3, that's equal to 30√3 സെൻറ്റിമീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളപ്പോൾ ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നോക്കിയിട്ട് ഏതാ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് കേട്ടോ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് at a distance of 100 meter away from the tower, the top of the tower is seen at an angle of 45 degree. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലെയിൻ ഗ്രൗണ്ട് വരയ്ക്കാം. ഇവിടെ ഒരു ടവർ ഉണ്ട്. ഈ ടവറിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരാൾ ഇവിടെ നോക്കണേ, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ആൾ നിൽക്കുന്നുണ്ട്. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter away from the tower കേട്ടോ, 100 meter away from the tower, the top of the tower is seen at an angle of elevation 45 degree. ഇയാൾ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനില്ല, 45 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ ഇപ്പം തന്നെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ ആണത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 45 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോളി. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡുകൾ സെയിം ആയിരിക്കും, കാരണം അതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഇതും എന്താ വരുന്നത്, 100 മീറ്റർ ആയിരിക്കും, ഓർത്ത് വെച്ചോളി കേട്ടോ. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് നമുക്ക് ഒറ്റ സ്റ്റെപ്പ് കിട്ടി. ഇനി ആർക്കെങ്കിലും അതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് അറിയണമെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളി. 100 വരികയാണെങ്കിൽ ഇത് 100√2 ആയിരിക്കും. നമുക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ, അത് പഠിച്ചു വെച്ചോ. 100√2. ഓക്കെ, പക്ഷേ അതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഇവിടുന്ന് അങ്ങ് മായ്ച്ചാളാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറൊക്കെ ഈ എക്സ്ട്രാ വരച്ചൊക്കെ മായ്ച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ബാക്കി വായിക്കാന്നുള്ള അല്ലേ. ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ എ കാർ സീൻ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി. അപ്പോൾ ഇയാൾ ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് നോക്കണേ, ആ ടോപ്പിൽ നിന്നും കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്നും കഴിഞ്ഞിട്ട് ഇയാൾ ഇതിൻ്റെ മുകളിൽ കയറി ഇതാ ഇപ്പോൾ ഇവിടെ എത്തി. ഇയാൾ ഇവിടെ നിന്ന് നേരെ നോക്കി കേട്ടോ, ഇവിടെ അതാ ഇതിൻ്റെ ഇപ്പുറം അതാ ഇവിടെ ഒരു കാറുണ്ട്. ആ കാർ ഇയാൾ കാണുന്നത് 25 ഡിഗ്രിയിലാണ്. നോക്കൂ നിങ്ങൾ, ഇയാൾ 25 ഡിഗ്രിയിലാണ് ആ കാറ് കണ്ടത്. ഓക്കെ, അങ്ങനെ 25 ഡിഗ്രിയിൽ അയാൾ ആ കാറ് കണ്ടിക്കെങ്കിൽ, അപ്പം ഞാനിവിടെ നെയിമൊന്നും കൊടുത്തില്ല, ABC എന്ന് നെയിം കൊടുക്കുക. ABC ട്രയാങ്കിൾ ഓക്കെ ആയി. ഇവിടെ ഞാൻ D എന്ന് കൊടുക്കുക. ഇനി ABD ട്രയാങ്കിളിലേക്ക് വരാം. ABD ട്രയാങ്കിളിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർത്ത് വെച്ചോളൂ, ഇവിടെ 25 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഒരു ആംഗിളൂടെ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്തില്ല, ഒരു 65 ഡിഗ്രിയാണ് ഇവർ ക്വസ്റ്റ്യനിൽ തന്നത്.
അപ്പോൾ 25 ഡിഗ്രി ആണല്ലോ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. 25 നോക്കണേ, ഡിപ്രഷൻ ആംഗിൾ മുകളിൽ 25 ആണ്, താഴെ 25 ആയിരിക്കും എന്നുള്ള ഓർത്ത് വെച്ചോളി. പിന്നെ അവിടെയാണ് അപ്പം നമുക്ക് പ്രശ്നം വന്നത്. ഇവിടെ നമ്മൾ എന്ത് കാണുന്നില്ല, ആ ഒരു 25 ഡിഗ്രീൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല. അവർ തന്നത് 65 ഡിഗ്രിയുടെ വാല്യൂ ആണ്. ഓർത്ത് വെച്ചോളി, ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇത് 65 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ ആംഗിൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര ഡിഗ്രി ഉണ്ടാവുക, ഇതും ഈ ആംഗിളിൻ്റെ അടുത്തുള്ളൂടെ ആഡ് ചെയ്താൽ 25 കൂടെ ആഡ് ചെയ്താൽ 90 ഉണ്ടാവുക. അതുകൊണ്ടാണ് 65 ഡിഗ്രി വാല്യൂ നമുക്ക് തന്നത്. ആ 65 ഡിഗ്രിയുടെ ഏത് സൈഡായിട്ടാണ് നിങ്ങൾക്ക് ഈ 100 മീറ്റർ കാണാൻ പറ്റുന്നത്? നിങ്ങൾ പറയും, നോക്കിയിട്ട് പറയും, ഏത് സൈഡായിട്ടാണ് കാണാൻ പറ്റുന്നത്? ഇതാ ആലോചിച്ച് നോക്കി, ഈ ട്രയാങ്കിളിൽ 65 ഡിഗ്രിയുടെ ഏത് സൈഡായിട്ടാണ് 100 ഡിഗ്രിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ അപ്പോൾ കാണേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. അത് കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി കാർ ഫ്രം ദി ടവർ. ടവറിൻ്റെ ചോട്ടിൽ നിന്ന് കാർ എത്ര അകലെയാണുള്ളത് എന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് വേണം? ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് BD എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഇത് ഇതാ 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യുന്നു. tan 65 ഡിഗ്രി ഉപയോഗിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 65ൻ്റെ വാല്യൂ നമുക്ക് ഗിവൺ ആണ്. tan 65ൻ്റെ വാല്യൂ 2.14 ആണ് അല്ലേ? അതെ, 2.14. 2.14 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിനെ BD എന്ന് നമുക്ക് വിളിക്കാം. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 100 ആണ്. സോ 2.14 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു BD. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 214 മീറ്റർ ഈസ് ഈക്വൽ ടു BD എന്ന് പറയാം. തിരിച്ചു പറഞ്ഞാൽ BD ഈസ് ഈക്വൽ ടു 214 മീറ്റർ. ഇവിടെ നമുക്ക് കിട്ടി BD എന്ന് പറയുന്നത് ഇവർ നമ്മളുടെ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 214 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഇതാണ് 8th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് 8th ക്വസ്റ്റ്യൻ്റെ ആൻസറൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ഇനി പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9ൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഒന്ന് ഞാനിവിടെ വരയ്ക്കാം. ശ്രദ്ധിച്ചോ, ഇത് Y ആക്സിസ് ആണ്, ഇത് X ആക്സിസ് ആണ്. അപ്പോൾ ഫിഗറിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് അറിയോ നിങ്ങൾക്ക്? 45 ഡിഗ്രിയാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ X ആക്സിസിൽ ഇവിടെ വന്ന ആ ഒരു ആംഗിൾ കോർഡിനേറ്റ് പറയുന്നത് 50 എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും കോർഡിനേറ്റ് ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തിങ്ങായിട്ടാണ് ഈ ചാപ്റ്റർ ഇതിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. 45 ഡിഗ്രി. ദെൻ ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്, ഇത് B എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ O എന്ന് തന്നിട്ടുണ്ട്, ABCOAB. ഓക്കെ, ഇനി എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ലെങ്ത് എടുത്തിട്ട് ഞാനൊരു സെമി സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ബോർഡിൽ ഞാൻ ഇതാ ഇവിടെ ഒരു ചെറിയ ഷെയ്ഡിങ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഒരു ട്രയാങ്കിളിലാണ് ഞാൻ ശരിക്കും ആ ഷെയ്ഡിങ് വന്നിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഇത് ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ്. അതേപോലെ തന്നെ ആംഗിൾസ് വരുന്നത് 45 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രിയാണ്. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. പിന്നെ കൂടാതെ നമുക്കൊരു കാര്യം ഇതിൽ കാണാൻ പറ്റുന്നത് A05 എന്ന് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? A05 തന്നാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഓർത്ത് വെച്ചോളി, A50 ഓർത്ത് വെച്ചോളി. O മുതൽ A വരെയുള്ള നീളം എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ O മുതൽ B വരെയുള്ള ലെങ്ത്തും 5 ആയി. കാരണം ആ ട്രയാങ്കിൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത് രണ്ടും 5 വെച്ച് വരുമ്പോൾ AB എന്ന് പറയുന്ന ലെങ്ത്ത് 5√2 ആയിരിക്കും എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. 5√2 ആയിരിക്കും, ശരിയല്ലേ? അങ്ങനെ AB എന്ന് പറയുന്ന നീളം എത്രയാണോ അത് തന്നെയാണ് ഞാനിവിടെ റെഡ് കളറിൽ കാണിക്കുന്ന ഈ നീളവും വരുന്നത്. അതും എന്ത് തന്നെ ആയിരിക്കും? പറയൂ, 5√2 ആയിരിക്കും. കണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഈ ലെങ്ത്ത് എത്ര എന്തെന്ന് കിട്ടും. അതായത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നോക്കി, ഇത് ടോട്ടൽ ലെങ്ത്ത് എത്രയായി പറയും? അതായത് 5ഉം 5+√2, ശരിയല്ലേ? അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക പറയും? 5 + 5√2, 0. 5 + 5√2, 0. ആഡ് ചെയ്ത് 10√2 എന്ന് എഴുതി കളയല്ലേ. 5 + 5√2, 0 ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. അടുത്തത് 10th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അതിൽ ഫിഗർ ഗിവൺ ആണല്ലോ അല്ലേ?
അപ്പോൾ ഫിഗർ നോക്കിയിട്ട് ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. In the figure, CD is perpendicular to AB, AC is equal to 6 cm, angle A 30 degree, angle B 45 degree, find the length of CD, find the length of AB. ഇത്രയാണ് കാണാൻ പറഞ്ഞത്. അപ്പം ഞാൻ ആ ഫിഗർ ഒന്ന് ഇവിടെ കാണിച്ചു തരാം. AB ഇവിടെ A, ഇത് B, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെ ഡി എന്ന് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ട് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇവിടുന്ന് താഴേക്ക് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് സി, ഇവിടുത്തെ ആംഗിൾ വരുന്നത് 30 ഡിഗ്രിയാണ്, അതേപോലെ ഇത് വരുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുകൂടെ ഇവിടെ 45 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നത്. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സി ഡി, അതാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ക്ലാസ് ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണെന്നാണ് ഇവർ ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് പറയ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെന്ന് തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് എത്ര വരിക? അതിൻ്റെ ഹാഫായ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ശരിയല്ലേ? പിന്നെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ടോപ്പിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടാവുക? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് എന്താ വരിക? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ √3 ചേർത്ത് വായിക്കുന്നു, ദാറ്റ് ഈസ് 3√3, ശരിയല്ലേ? അപ്പോൾ ആ സൈഡ് വെച്ചിട്ട് നമ്മൾ കിട്ടാവുന്നിടത്ത് മെഷർമെൻറ്റ്, കിട്ടാവുന്ന എല്ലാ മെഷർമെൻറ്റും നമ്മൾ കണ്ടെത്തി. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡാണ്. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ മുകളിൽ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് എന്തേ വരുള്ളൂ? 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിച്ചാൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഡി? സി ഡിയുടെ ലെങ്ത് വരുന്നത് 3 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ ടോട്ടൽ ലെങ്ത് ആഡ് ചെയ്യുക, 3√3 + 3 അല്ലെങ്കിൽ 3 + 3√3 സെൻറ്റിമീറ്റർ. ഇത് ആഡ് ചെയ്തിട്ട് 6√3 എന്ന് പറയരുത്, അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കണേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 11ൻ്റെ ഫിഗറും അതേപോലെ തന്നെ വാല്യൂസൊക്കെ ടാൻ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ആ ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ABCD ഈസ് എ റോംബസ്. ABCD എന്താണെന്ന് അവർ പറയുന്നത്? ഒരു റോംബസ് ആണ്. ഞാനിവിടെ റോംബസ് വരയ്ക്കാം. റോംബസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എല്ലാ സൈഡും സെയിം ആയിരിക്കും അല്ലേ? പാരലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ABCD ഈസ് എ റോംബസ് ഇൻ വിച്ച് ആംഗിൾ BAD ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ഇതിൽ ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ B ആണ്, ഇവിടെ C ആണ്, ഇവിടെ A ആണ്, ഇവിടെ D ആണ്. ഓക്കെ, ആംഗിൾ BAD എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 80 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇവിടെ 80 എന്ന് മാർക്ക് ചെയ്യുന്നു, അത് ഞാനങ്ങ് മായ്ക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഇവർ പറഞ്ഞത് കാര്യമുണ്ട്, ഇതൊരു ഡയഗണലാണ്, ഇതൊരു ഡയഗണലാണ്. ഈ റോംബസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഡയഗണൽ 90 ഡിഗ്രിയിലാണ് ബൈസെക്ട് ചെയ്യാം, ശരിയല്ലേ? അപ്പോൾ 80 ഡിഗ്രിയും ഇതേപോലെ തന്നെ ഹാഫായിട്ട് കട്ടായിട്ടുണ്ടാവും. അപ്പോൾ 80 ഡിഗ്രി എന്നുള്ള എത്ര ആയിട്ട് മാറിയിട്ടുണ്ടാവും? നിങ്ങൾ പറയാം, 40 ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ എനിക്കിവിടെ 40 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് AC എന്ന് പറയുന്ന ഈ ഡയഗണലിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കണേ. AC എന്ന് പറയുന്ന ഡയഗണൽ ടോട്ടൽ വരുന്നത് 10 സെൻറ്റിമീറ്റർ, എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആണ് ACയുടെ ലെങ്ത് എങ്കിൽ റോംബസിൻ്റെ പ്രത്യേകത ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർന്നാണ്. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതേപോലെ ഇപ്പുറം എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PB. ഇതിൻ്റെ മിഡിലുള്ളൊരു പോയിന്റ് വരെ മാർക്ക് ചെയ്ത് P എന്ന്. ആ PBയുടെ ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഞാനിവിടെ ഒരു ഷെയ്ഡിങ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വല്ല ഐഡിയയും തോന്നുന്നുണ്ടോ നോക്കി. ഈ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കിള് എന്ത് ട്രയാങ്കിളാണ് പറഞ്ഞേ? യെസ്, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, ശരിയല്ലേ? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ 40 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡായ 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നത്. ഓപ്പോസിറ്റ് സൈഡ് BP ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിന് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡുമായിട്ട് കണക്ഷൻ ഉള്ളത് ആരായിരുന്നു? ടാൻ, ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ APB ആണ്. കൺസിഡർ ട്രയാങ്കിൾ APB, ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി ടാൻ 40യുടെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ടാൻ 40യുടെ വാല്യൂ എന്താ വരുന്നത് പറയും? 0.83 കണ്ടോ? 0.83 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് BP അല്ലെങ്കിൽ PB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ? 5 സെൻറ്റിമീറ്റർ. 0.83യെ
5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 ലെഫ്റ്റ് സൈഡിൽ വരുന്നു. ഈസ് ഈക്വൽ ടു നമുക്ക് പി ബി എന്ന് കിട്ടി. 0.83 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക പറയും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. 0.83 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര വരിക എന്നുള്ളത്. 0.83 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ബി എന്ന് പറയുന്ന ലെങ്ത് വരുന്നത് 4.15 ആയിരിക്കും വരിക. 4.15 കിട്ടിയത് 4.15ഉം. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ലെങ്ത് എന്താ വരിക നോക്കിയിട്ട് പറയും. ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. 4.15 ഇൻറ്റു 2, അതായത് 8.3 സെൻറ്റിമീറ്റർ ആണ് ബി ഡി ലെങ്ത് വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡയഗണൽ രണ്ടും കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഇവർ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റോംബസ് എന്നാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D1 ഇൻറ്റു D2 ഡിവൈഡഡ് ബൈ 2 എന്നാണ്. അതായത് D1 എന്ന് പറയുന്ന ലെങ്ത് ഗിവൺ ആണല്ലോ, 10 ആണ് അല്ലേ. ഒരു ഡയഗണലിൽ 10 അല്ലേ. യെസ്, അത് ഏത് വാക്കാട്ടോ, മാറിയാലും കുഴപ്പമൊന്നുമില്ല. 10 ഇൻറ്റു 8.3 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 83 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റ് റൈറ്റിലോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അതായത് 80യുടെ ഹാഫും 3യുടെ ഹാഫും. 80യുടെ ഹാഫ് 40, 3യുടെ ഹാഫ് 1.5. സോ ദ ആൻസർ ഈസ് 41.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, ഇതാണ് 10th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഗിവൺ ആണ്, ഫിഗർ ഗിവൺ അല്ല. ഫിഗർ വരയ്ക്കാനൊക്കെ ഉണ്ടാവും. ഡ്രോ എ റഫ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മാർക്കുണ്ട്. എ ബോയ് സ്റ്റാൻഡിങ് അവേ ഫ്രം ദി ഫൂട്ട് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ചുവട്ടിലാണ് ഉള്ളത്. അപ്പോൾ പ്ലെയിൻ ഗ്രൗണ്ട് ഒന്ന് വരച്ച് വെക്കാം. ഇവിടെ ഞാനൊരു ബിൽഡിംഗ് വരയ്ക്കുന്നു. ബോയിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ, 1.6 മീറ്റർ ഹൈറ്റ് ഉള്ള ബോയിയാണ്. 1.6 മീറ്റർ ഹൈറ്റ് ഉള്ള ബോയിയാണ്. ശ്രദ്ധിക്കണേ. ബോയ് സ്റ്റാൻഡിങ് അവേ ഫ്രം ദി ഫൂട്ട് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി സ്റ്റെപ്പിംഗ് 25 മീറ്റർ ഫോർവേഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ ലൈൻ കുറച്ചുകൂടെ പുറത്തേക്ക് നീട്ടി വരയ്ക്കണം, എന്നാലേ നമുക്കിത് കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ ലൈൻ കുറച്ചും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഇവിടെയാണ് ബോയ് നിൽക്കുന്നത്. ഇത് 1.6 മീറ്റർ ടോൾ ബോയ്. ഇയാൾ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് എത്ര ഡിഗ്രി എലിവേഷനിലാണ് പറയും? അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി. കണ്ടോ, 35 ഡിഗ്രി എലിവേഷനിലാണ് ഇയാൾ കണ്ടത്. സ്റ്റെപ്പിംഗ് 25 മീറ്റർ ഫോർവേഡ്, കുറച്ചുകൂടെ മുന്നോട്ട് നിന്നു. അപ്പോൾ ഇത് 25 മീറ്റർ. കണ്ടോ, അപ്പോൾ ഇയാളിപ്പോൾ എവിടെയാണുള്ളത്? കണ്ടോ, ഈ പൊസിഷനിലാണുള്ളത്. അപ്പോഴും ഹൈറ്റ് 1.6 തന്നെ. അപ്പോൾ ഇവിടെയും 1.6 ആയിരിക്കും ഓർത്ത് വെക്കുക. ഇവിടെ നിന്ന് അയാൾ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? 70 ഡിഗ്രി എലിവേഷനിലാണ് പിന്നെ ഇയാൾ ഇതിൻ്റെ ടോപ്പ് കാണുന്നത്. കണ്ടോ, 70 ഡിഗ്രി. ഹൈറ്റ് ഓഫ് ബോയ് ഈസ് 1.6 മീറ്റർ. ഡ്രോ എ റഫ് ഫിഗർ. ഇപ്പം നമ്മൾ റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞു. എന്നിന് ഞാനിതിന് മെഷർമെൻ്റ് ഒക്കെ ഒന്ന് കൊടുക്കാം. ഹിയർ എ, ബി, സി ചെറുതാക്കി കൊടുക്കാം, സി. ഹിയർ ഡി, ഇ, എഫ്, ജി. കണ്ടോ, ഇൻ ദ ഫിഗർ ഞാൻ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നോക്കി വെക്കണേ. ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത് സംഗതി ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഞാൻ ഈ പറയുന്ന കൺസെപ്റ്റ് ഒന്ന് നല്ലോണം ഓർത്ത് വെക്കണം. കാരണം ചിലപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും മെത്തേഡുകൾ നമുക്ക് തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ മെത്തേഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് സിമ്പിൾ മെത്തേഡ് നോക്കിക്കോ. ഇത് 70 ആണ്. ഇതിൻ്റെ ഇപ്പുറമുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടാവും? അത് 110 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണേ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത, ആ ട്രയാങ്കിളിൽ ഒരാംഗിള് എത്ര ആംഗിൾ നമുക്ക് കിട്ടിയതെന്ന് നിങ്ങൾ നോക്കി പറയാം. എത്ര ആംഗിൾ നമുക്ക് കിട്ടി? 2 ആംഗിൾ നമുക്ക് കിട്ടി ഇല്ലേ? ഇനി ഒരു ആംഗിളോട് ഇതിൽ മാർക്ക് ചെയ്യാണ്ട് അതിവിടെ വരും. അത് എത്ര ഡിഗ്രി ഉണ്ടാവുക? 35 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ആംഗിൾസ് വരുന്നത്, ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ആംഗിൾ വരുന്നത് 35 ഡിഗ്രി, 35 ഡിഗ്രി, 110 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ, ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഒരു മെഷർമെൻറ്റ് ഞാനിവിടെ താഴത്ത് മാർക്ക് ചെയ്തിരുന്നു, 25 ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഇതും 25 ആയിരിക്കും. അതേപോലെ ഇതും എന്തായിരിക്കും? 25 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. എഴുതേണ്ട രീതി ഇതാണ്. കൺസിഡർഡ് ട്രയാങ്കിൾ എ സി ഡി, ആംഗിൾസ് ആർ 35 ഡിഗ്രി, 35 ഡിഗ്രി, 110 ഡിഗ്രി. The given triangle is the triangle is an isosceles triangle. Here CD is equal to 25 meter. Therefore AC is also 25 meter എന്ന് പറഞ്ഞായിട്ട് മാർക്ക് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ AC നമുക്ക് 25 ആണ് കിട്ടി. ഇനി അടുത്തത് നോക്കിയോ. അങ്ങനെ 25 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ഇതാണ്. അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ,
അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്? ഈ ട്രയാങ്കിളിൽ വൺ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 70 ഡിഗ്രിയാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസ് 25 മീറ്റർ ആണ്. ശരിയല്ലേ? ഹൈപ്പോട്ടന്യൂസ് 25 മീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡായ AB ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് ആദ്യം. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഹൈറ്റ് ഓഫ് ബിൽഡിങ്ങും ഈ ബോയ് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് ഉള്ളതെന്നും, അല്ലേ? BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാനിവിടെ ആദ്യം സൈൻ ഉപയോഗിക്കാൻ പോവാണ്. സൈൻ 70 ആണ് ഉപയോഗിക്കുന്നത്. സൈൻ 70 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സൈൻ 70യുടെ വാല്യൂ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സൈൻ 70യുടെ വാല്യൂ എത്ര? 0.94 കണ്ടോ? 0.94 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് AB ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് 25. ഈ 25നെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റിയാൽ 0.94 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു AB എന്ന് വരുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് AB എന്ന മെഷർമെൻറ്റ് കിട്ടാൻ 0.94നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഏതായാലും ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞുതരാം. 0.94നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 23.5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 23.5 മീറ്റർ ആണ് എന്ത് AB എന്ന് പറയുന്നത്. അത് ഇയാളെ തലൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റാണ്. ശരിയല്ല? ആലോചിച്ച് നോക്കി. അപ്പോൾ AE എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. അപ്പോൾ അതിനോട് കൂടെ 23.5നോട് കൂടെ എത്രയും കൂടെ ആഡ് ചെയ്യാം? 1.6ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇയാളുടെ ബിൽഡിങ്ങിൻ്റെ യഥാർത്ഥ ഹൈറ്റ് കിട്ടി. സോ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25.1 മീറ്റർ എന്ന് കിട്ടും. 25.1 മീറ്റർ. ഇനി ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അഡ്ജസൻറ്റ് സൈഡായ BC കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഏതാ ഉപയോഗിക്കേണ്ടത്? cos 70 ആണ് ഉപയോഗിക്കേണ്ടത്. cos 70 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി cos 70യുടെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗിവൺ ആയിരിക്കും. എന്താ cos 70യുടെ വാല്യൂ വരുന്നത്? 0.34 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് BC ഡിവൈഡഡ് ബൈ 25. ശരിയല്ലേ? ഈ 25ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 0.34 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു BC. ഫൈനലി BC ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 0.34നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8.5 എന്ന് കിട്ടും. അതായത് 8.5 മീറ്റർ അകലെയാണ് ഈ പയ്യനിപ്പള്ള്, അല്ലേ? ബോയിപ്പള്ള് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാനൊരു ഹിൻറ്റ് തന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് സ്റ്റെപ്പൊക്കെ എഴുതി പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഓരോരോ വാല്യൂ കൊടുത്ത് ചെയ്യണം. കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഞാനൊരു ഹിൻറ്റ് തന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് കേട്ടോ. 13th ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 ഡിഗ്രി. ശ്രദ്ധിക്കണം, പ്ലെയിൻ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ബോയുടെ ഹൈറ്റ് ഗിവൺ ആണോ? ഇല്ല, അങ്ങനെ ഒരു ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇവന് ഇവിടെ നിന്നുങ്ങായിട്ട് ഇതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? 80 ഡിഗ്രി എലിവേഷനിലാണ് ഇവൻ കാണുന്നത്. സ്റ്റെപ്പിംഗ് 20 മീറ്റർ ബാക്ക്, കുറച്ചുകൂടെ പുറകോട്ട് നിന്ന് അങ്ങനെ ഇവൻ ഇവിടെ നിന്നുങ്ങായിട്ട് ഇതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? സ്റ്റെപ്പിംഗ് 20 മീറ്റർ ബാക്ക് ആൻഡ് ഹീ സീസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി. കേട്ടോ, 40 ഡിഗ്രിയിലാണ് കാണുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഇതേ മെത്തേഡ് തന്നെയാണ് ഇനി ഇതിന് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി. കാരണം എന്താ? ഇവിടെ ഹൈറ്റ് ഓഫ് ബോയ് എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഇപ്പുറമുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഇത് എത്ര ഡിഗ്രി ഉണ്ടാവുക? പറഞ്ഞോളി. 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രിയാ? 40 ഡിഗ്രി ആയിരിക്കും. കണ്ടോ? ഇനി ഇവൻ എത്ര മീറ്റർ പുറകോട്ട് എന്ന് പറയുന്നത്? 20 മീറ്റർ ആണ് പുറകോട്ട് എന്നത്, അല്ലേ? അപ്പോൾ 20 മീറ്റർ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫിഗർ തന്നെ, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ. ഇത് പല പ്രാവശ്യം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിള് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ശരിയല്ലേ? 40 ഡിഗ്രി 40 ഡിഗ്രി അതേപോലെ അങ്ങനെയല്ലേ ആംഗിൾ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് 20 തന്നെ ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെ നിങ്ങൾ ഐസോസിലസ് ട്രയാങ്കിളിലൊക്കെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ് CD-യുടെ മെഷർമെൻറ്റ് 20 എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം therefore AC is equal to 20 എന്ന് പറയാം. ഓക്കെ, ഇനി അതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. കണ്ടോ? ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ABC is an isosceles ABC is a triangle, right angled triangle, one angle 80 degree. Then നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് ഹൈറ്റ് ഓഫ് ടവർ കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ടവർ AB കണ്ടുപിടിക്കാൻ ഏതാ ഉപയോഗിക്കേണ്ടത്? പറഞ്ഞേ, സൈൻ 80 ഡിഗ്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് വരുന്നു. സൈൻ 80യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗിവൺ ആണ് 0.98. കണ്ടോ?
0.98 ഈസ് ഈക്വൽ ടു AB ഡിവൈഡഡ് ബൈ 20. ഈ 20 ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി കഴിഞ്ഞാൽ 0.98 ഇൻറ്റു 20 ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? AB എന്ന് വരുന്നു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AB എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതായത് 0.98നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ AB ഈസ് ഈക്വൽ ടു 19.6 എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, 19.6 മീറ്റർ ഹൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് വരുമ്പോൾ ABCD ഈസ് എ പാരലലോഗ്രാം. ദാ ഫിഗറിൽ ABCD എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ഗിവൺ ആണ്. ഞാൻ റഫ് ഫിഗർ വരച്ചു. ABCD ഈസ് എ പാരലലോഗ്രാം. നെയിം കൊടുക്കാം ABCD ഈസ് എ പാരലലോഗ്രാം. ആൻഡ് ഒരു ഡയഗണൽ ഗിവൺ ആണ് ഇവിടെ. അതേപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് M എന്ന് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ വാല്യൂ വന്നിരിക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ 10√2 എന്ന് തന്നിട്ടുണ്ട്. ഇനി BC എന്ന് പറയുന്ന ഈ ലെങ്ത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ഈ ട്രയാങ്കിളിൽ നമ്മൾ ഒരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്, അതൊന്ന് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. നോക്കിയോ, ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളിലെ ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എക്സും ഇവിടെ എക്സും ആണെങ്കിൽ ഇത് X√2 ആയിരിക്കും. അപ്പോൾ അവിടെ X√2 ആണെങ്കിൽ മറ്റേത് രണ്ടും എന്തായിരിക്കും? X ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, BM എന്ന് പറയുന്നത് എത്ര ഉണ്ടാവുക? 10 ആയിരിക്കും. AM എന്തായിരിക്കും? 10 ആയിരിക്കും. അങ്ങനെയാണ് MC എന്തായിരിക്കും? 15 ആണെങ്കിൽ ഇത് 5 ബാലൻസ് വരുന്നു. കേട്ടോ, ഐഡിയ കിട്ടിയോ? ഇനി MC എത്രയാണെന്നൊക്കെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടി. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ AC എന്ന് പറയുന്ന ഡയഗണൽ എത്ര ഉണ്ടെന്നാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. കേട്ടോ, അപ്പോൾ AC ഡയഗണൽ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെങ്കിലും അതിലെ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പറഞ്ഞിട്ട് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 10² പ്ലസ് 5². കേട്ടോ, 10ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും ആഡ് ചെയ്യാം. 10ന്റെ സ്ക്വയർ 100, 5ന്റെ സ്ക്വയർ 25, ദാറ്റ് ഈസ് ഈക്വൽ ടു 125. കേട്ടോ, ഇതിങ്ങനെ പിക്ചറിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് വൃത്തിയിൽ എഴുതിയെടുക്കണം. കേട്ടോ, അപ്പോൾ ഇപ്പം ഞാനിത് തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻസർ ചെയ്യാനുള്ള ഹിൻ്റാണ് ഇപ്പോൾ തന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇവരെന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് ഡയഗണലാണ്. അപ്പോൾ അതെല്ലാ വാല്യൂ നമുക്ക് കിട്ടിയില്ല. കേട്ടോ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് വരുന്നത്. നോക്കൂ, 15th ക്വസ്റ്റ്യൻ. A boy standing on edge of a canal sees the top at an elevation of 60 degrees, stepping 10 meter back. He sees at an elevation of 30 degree. The boy is 1.5 meter tall. Draw a rough figure. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാനത് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഒരു ഫിഗർ എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. നോക്കൂ, പ്ലെയിൻ ഗ്രൗണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് കനാലുണ്ട്. കേട്ടോ, എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ കനാൽ. ഇവൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് കനാൽ. നോക്കിയാണേ, ഞാൻ ഈ ഡാർക്ക് ആക്കി. ഇതാണ് കനാലിൻ്റെ എഡ്ജിലാണ് ഇവൻ നിൽക്കുന്നത്. ഇവൻ്റെ ഹൈറ്റ് വരുന്നത് 1.5 മീറ്റർ ടോൾ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. നോക്കൂ, ഇയാൾ ഇവിടെ നിന്ന് നേരെ നോക്കി ഇതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? 60 ഡിഗ്രി എലിവേഷനിലാണ് ഇതിൻ്റെ ടോപ്പ് കാണുന്നത്. സ്റ്റെപ്പിംഗ് 10 മീറ്റർ ബാക്ക്. അപ്പോൾ ഇയാൾ 10 മീറ്റർ പുറകോട്ട് നിന്നു. ദെൻ ഹീ സീസ് ഇറ്റ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇയാൾ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ടോപ്പ് പിന്നെ കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? പറഞ്ഞേ, 30 ഡിഗ്രി എലിവേഷനിലാണ് ഇതിൻ്റെ ടോപ്പ് പിന്നെ കാണുന്നത്. ഡ്രോ എ റഫ് ഫിഗർ നമ്മൾ വരച്ചു. ഇനി ഇതിന് നെയിം കൊടുക്കുകയാണ് വേണ്ടത്. നെയിം കൊടുക്കാൻ പോവുകയാണ് ഞാൻ. നോക്കിയോണം, ഇത് A, ഇത് B, ഇത് C, ഇവിടെ D, ഇവിടെ E, ഇവിടെ F, ഇവിടെ G. കണ്ടോ? ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഇപ്പുറമുള്ള ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടാവുക? പറയും 120 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ടോട്ടൽ 180 വേണ്ടേ? അപ്പോൾ അത് 30 ഡിഗ്രി ഉള്ള സ്ഥിതിക്ക് ഈ ആംഗിൾ എത്ര വരിക? 30 ഡിഗ്രി ആയിരിക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ നേരത്തെ എന്തായാലും ഞാൻ പറഞ്ഞത്, ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ACD ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ശരിയല്ലേ? നിങ്ങൾ നോക്കി, ACD ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ACD ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സൈഡ്സ് ഈക്വൽ ആയിരിക്കും. 2 sides ആർ ഈക്വൽ. അങ്ങനെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 10 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഏതാ? GF ആണെന്നുണ്ടോ? GF 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിൻ്റെ ടോപ്പിലുള്ള CD എത്രയാണ് ഉണ്ടാവുക? അതും 10 തന്നെ ആയിരിക്കുമല്ലോ. റെഡിയല്ലേ? അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്യുകയാണേ. ഇവിടെ 10 മാർക്ക് ചെയ്യുന്നു. കേട്ടോ, ഇത് 10 ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതും 10 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും, അല്ലെ 10 മീറ്റർ തന്നെ ആയിരിക്കും, അല്ലേ? ഇയാൾ നടക്കുന്ന മീറ്ററിലായതുകൊണ്ട് 10 മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി ഞാനിവിടെ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ട്രയാങ്കിൾ അത് കൺസിഡർ ചെയ്യേണ്ട, അത് കഴിഞ്ഞു കേട്ടോ. ആ ട്രയാങ്കിളിന് പകരം പുതിയൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്.
ഏതാ ട്രയാങ്കിൾ? ഇതാ ട്രയാങ്കിൾ എ ബി സി. നോക്കൂ നിങ്ങൾ, ട്രയാങ്കിൾ എ ബി സിയുടെ പ്രത്യേകത എന്താ? ഇതിലെ ആംഗിൾസ് വരുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ് കേട്ടോ. ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ ആർ ഇവിടെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കേട്ടോ. ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ, ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ലെങ്ത് എന്താ ഉണ്ടാവുക? ഇത് 5 ആയിരിക്കും. അതേപോലെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 5√3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ട്രീ കിട്ടി. 1.5നോട് 5 ആഡ് ചെയ്തിട്ടുണ്ട്. 6.5 ആണ് ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത്. ശരിയല്ലേ? നോക്കൂ, എ ഇ കണ്ടോ, എ ഈസ് ദ 6.5 ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു 5√3. ദാറ്റ് ഈസ് 5√3 ഈസ് ദ വിഡ്ത്ത് ഓഫ് കനാൽ. ക്ലിയർ ആണോ? വിഡ്ത്ത് ഓഫ് കനാൽ എത്ര വരുന്നത്? 5√3. ക്ലിയർ? അപ്പോൾ 15th ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 16th ക്വസ്റ്റ്യനിലേക്ക് വരാം. 16th ക്വസ്റ്റ്യനിൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ ഗ്രൗണ്ട്, ഇത് വാൾ, ഇവിടെ നിന്നിട്ട് ഒരു ലാഡർ ഇങ്ങനെ ലീൻ ചെയ്തിരിക്കുക, അങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ലീൻസ് അഗൈൻസ്റ്റ് എ വാൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഇപ്പോൾ നിലവിൽ ഇത് വാളുമായിട്ട് ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഇവിടെ മാർക്ക് ചെയ്തിട്ട് 60 ഡിഗ്രിയാണ് ഇവിടെ ഗ്രൗണ്ടുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത്ത്. ഇത് 3 മീറ്റർ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ ഇതിൻ്റെ ടോപ്പിലേക്ക് ഇവിടുന്ന് എത്ര ഹൈറ്റ് ഉണ്ട് എന്നാണ് ചോദ്യം. അത് 6√3 ആയിരിക്കും. കണ്ടോ? ശരിയല്ലേ? 6√3 ആയിരിക്കും. ഇനി ഇതിൻ്റെ താഴെ തല പിടിച്ചും കൊണ്ട് വലിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലാഡർ പിന്നെ എങ്ങനെ ഉണ്ടാവുക? താഴേക്ക് വലിഞ്ഞു വരുമ്പോൾ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്. ക്ലാസ് ശ്രദ്ധിക്കുക, ഒരു ചോദ്യം പറയാൻ വിട്ടുപോയി. 6√3 ആണെങ്കിൽ ലാഡറിൻ്റെ ലെങ്ത് എന്താ ഉണ്ടാവുക? നിങ്ങൾ പറയും. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ ഡബിളാണ് ഉണ്ടാവുക. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്ര? 3 ആയതുകൊണ്ട് ലാഡറിൻ്റെ ലെങ്ത് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 6 മീറ്റർ ആയിരിക്കും. 6 മീറ്റർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ലാഡറിൻ്റെ ലെങ്ത് മാറുന്നില്ല, 6 മീറ്റർ തന്നെയാണ് ലാഡറിൻ്റെ ലെങ്ത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ലാഡർ. ചോദ്യം ഒന്നാമത്തെ, ലെങ്ത് ഓഫ് ലാഡർ എത്ര? 6 മീറ്റർ. പിന്നെ അത് പുറകോട്ട് വലിച്ചല്ലോ. പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എന്നാ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ഹൈറ്റിലാണുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആയി മാറി ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ നോക്കണേ. ട്രയാങ്കിളിൻ്റെ ഇത് മാറി കിട്ടോ. ഇതാണ് പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ കേട്ടോ. ഈ ട്രയാങ്കിൾ വെച്ചിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ വരിക? 90ക്ക് ഓപ്പോസിറ്റ് 6 ആണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവർ ചോദിച്ചതാണ്, ദ ഫുട്ട് ഓഫ് ദി ലാഡർ ഈസ് പുൾഡ് ടു മേക്ക് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. ഹൗ ഹൈ വിൽ ബി ദ ടോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്? എന്ത് ഹൈറ്റിലാണ് ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് ഹൈറ്റിലാണുള്ളത്. ഇപ്പോൾ നിലവിൽ 3 മീറ്റർ ഹൈറ്റിലാണുള്ളതെന്ന് മനസ്സിലായി. ഓക്കെ, ശരി. ഇപ്പോൾ ഞാൻ 16th ക്വസ്റ്റ്യൻ കവർ ചെയ്തു. ഇനി 17th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, എ ബോയ് 1.5 മീറ്റർ ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 8.5 meter high sees the top of a tower at an elevation of 40 degree and bottom of the tower at a depression of 50 degree. ഇത് കുറച്ചു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഞാനിവിടെ അതിൻ്റെ ഫിഗർ വരയ്ക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് ചെയ്യുന്നത്. ഇയാൾ നിൽക്കുന്നത് ഒരു 8.5 മീറ്റർ 8.5 മീറ്റർ ടോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ 1.5 മീറ്റർ ഹൈറ്റിൽ ഇയാൾ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായി? 10 ആയിട്ട് മാറി. ഇവിടെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഈ ബിൽഡിങ്ങിലേക്ക് ഇയാൾ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പ് കാണുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് കണ്ടത്? പറയും, എത്ര ഡിഗ്രിയിലാണ് അത് കണ്ടത്? 40 ഡിഗ്രി. ശരിയല്ലേ? 40 ഡിഗ്രിയിലാണ് കണ്ടത്. പിന്നെ ഇയാൾ നേരെ നോക്കി ഇതിൻ്റെ താഴേക്ക് നോക്കിയപ്പോൾ ഇത് കണ്ടത് 50 ഡിഗ്രിയിലാണ് കണ്ടത്. ശരിയല്ലേ? അറ്റ് എ ഡിപ്രഷൻ ഓഫ് 50 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ എന്തായിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വേണ്ടതെന്നറിയോ? അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ തന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് എഴുതി വെക്കാൻ പഠിക്കണം കേട്ടോ. അതായത് ഇതിൽ എന്തൊക്കെ തന്നു എന്ന് വേണ്ടേ? എ ബി സി ഡി ഇ എഫ്. നിങ്ങൾ പറയും, ഈ പിക്ചറിൽ എ ഇ എന്താ? ഹൈറ്റ് ഓഫ് ടവർ. ഡി എഫ് എന്താ? ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. സി ഡി എന്താ? ഹൈറ്റ് ഓഫ് ബോയ്. ഇ എഫ് എന്താ? അല്ലെങ്കിൽ സി ബി അല്ലെ ബി സി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ടവർ. ഇതൊക്കെ എഴുതി വെക്കണം, എന്നിട്ടേ തുടങ്ങാവുള്ളൂ കേട്ടോ. എന്നിട്ട് ആദ്യം നിങ്ങൾ തുടങ്ങേണ്ടത്, ക്ലാസ് ശ്രദ്ധിച്ചോളി, ആദ്യം നമുക്ക് എന്ത് തുടങ്ങാം? പറയും, എന്താ അവർ ചോദിച്ചത്? ഡ്രോ എ ഫിഗർ. അത് കഴിഞ്ഞു.
ഹൗ ഫാർ ഈസ് ദ ബിൽഡിംഗ് ഫ്രം ദ ടവർ, ഈ ബിൽഡിംഗും ടവറും തമ്മിലുള്ള അകലം എന്താണെന്ന്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത പറഞ്ഞേ, ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്, ശരിയല്ലേ? 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡായ EF ആണ് കണ്ടെത്തേണ്ടത്. പക്ഷേ നമുക്ക് ഇതിൽ tan 50 അറിയാം, tan 40യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കണ്ടുപിടിക്കേണ്ട വാല്യൂ മുകളിലായി കിട്ടിയാൽ നമുക്ക് സംഗതി എളുപ്പമായി. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ആ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചോ. ഞാനിവിടെ ട്രയാങ്കിൾ CFE കൺസിഡർ ചെയ്യുന്നു, ട്രയാങ്കിൾ CFE കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ എടുക്കുന്നത് tan 40 എന്ന വാല്യൂ ആണ് എടുക്കുന്നത്. നോക്കിയോണേ, tan 40 is equal to opposite side divided by adjacent side. tan 40യുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്, 0.84 ആണെന്നറിയാം. സോ 0.84 is equal to opposite side, that is CF അല്ല EF. അറിയില്ലല്ലോ, EF അല്ലേ ഓപ്പോസിറ്റ് സൈഡ് വരിക. tan എടുക്കുമ്പോൾ EF ആണ് ഓപ്പോസിറ്റ് സൈഡ്, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 10 ആണ്. ഇത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 0.84 into 10 is equal to EF എന്ന് പറയാം. ഇതിനെ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8.4 ഈസ് ഈക്വൽ ടു EF ആണെന്ന് പറയാം. ഇനി ഞാൻ ചോദിക്കട്ടെ, EF 8.4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, 8.4 മീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് 8.4 ആണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിടാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാറിപ്പോയി, അവിടെയല്ല 8.4. ഈ ഒരു ബേസ് ലെങ്ത് ആണ് 8.4 എന്ന് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ബിൽഡിംഗ് നമുക്ക് 8.4 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഈ ഒരു ഹൈറ്റും 8.4 ആയിരിക്കും, ശരിയല്ലേ? അത് 8.4 ആയിരിക്കും. അതേപോലെ BE എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്, അപ്പുറം 10 മീറ്റർ ആണ്, ഇപ്പുറം 10 മീറ്റർ ആയിരിക്കുമല്ലോ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ മാറി. അപ്പം നിലവിൽ ഉണ്ടായിരുന്ന ട്രയാങ്കിൾ ഞാൻ വായിച്ചു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നിങ്ങൾ നോക്കിയിട്ട് പറയാം, ഇതിൽ ഏതൊക്കെ സൈഡ് നമുക്ക് ഗിവൺ ആണ്? അഡ്ജസൻറ്റ് സൈഡ് ഗിവൺ ആണ്, ശരിയല്ലേ? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ ABC ആണ് എടുക്കുന്നത്. നോക്കിയേ, ട്രയാങ്കിൾ ABCയിൽ tan എത്ര ഡിഗ്രിയാണ് എടുക്കുന്നത്? tan 40 ഡിഗ്രിയാണ് എടുക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 40യുടെ വാല്യൂ എത്രയാ? 0.84 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡോ 8.4. സോ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 0.84 into 8.4 ഈസ് ഈക്വൽ ടു AB എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെയാ വായിച്ചു നോക്കി, ഏതൊക്കെയാ? 0.84 into 84 അല്ലേ? പണിയായി. 0.84 into 8.4. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.05 എന്നാണ് കിട്ടുക. സോ AB ഈസ് ഈക്വൽ ടു 7.05 മീറ്റർ. കണ്ടോ, 7.056 ഉണ്ടാവും, 0.5 എന്ന് എടുത്താൽ മതി. അപ്പോൾ AB എന്ന് പറയുന്ന ലെങ്ത് കിട്ടി. പക്ഷേ നമുക്ക് AB അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഈ ടോട്ടൽ ലെങ്ത് ആണ്, ഈ മൊത്തമായിട്ട് വേണം. അപ്പോൾ ഇതിനോട് കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുക? അപ്പോൾ ഇതിവിടെ 7.05ഉം ഇവിടെ ഒരു 10 മീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ വരുന്നത് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10 plus 7.5 meter, 7.05 meter, that's equal to 17.5 meter എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത് 17th ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് ചെയ്യാനുള്ളത്. നോക്കാം. 18 ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടത്? ദ ഫിഗർ AB is equal to 12, BC equal to 10 meter, BAC 130 ഡിഗ്രി ആണ്. അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്ന് ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനൊരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 130 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ 10 ആണെന്ന് തന്നിട്ടുണ്ട്, ഇവിടെ 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാണ് C, ഇവിടെ B, അതേപോലെ തന്നെ ഇവിടെ A എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ ഡ്രോ ചെയ്യുന്നു, അതേപോലെ ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്നു. ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ ഞാൻ D എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനും ഏരിയ കണ്ടുപിടിക്കാനും മെഷർ ഓഫ് AB BCD എത്ര എന്ന് കണ്ടുപിടിക്കാനുമാണ്. അപ്പോൾ ഞാനിവിടെ മെഷർ ചോദിക്കട്ടെ, ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടാവുക? പറയും 130 ഡിഗ്രി അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കിൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് പറഞ്ഞുതരും. എന്ത് ചെയ്യണം? ഹൈറ്റ് കണ്ടുപിടിച്ച് തരണം. എങ്ങനെ ഹൈറ്റ് വരുന്നത് പറ? ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയും. ഹൈറ്റ് കണ്ടുപിടിക്കാന്നല്ല, ഹൈറ്റ് നമുക്ക് CD എന്ന് പറയുന്ന സൈഡ്, അതായത് 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പട്നസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാ ഉപയോഗിക്കേണ്ടത് പറയും? സൈനോ കോസോ ടാനോ? ഏതാ? സൈൻ അല്ലേ? ഓക്കെ, സൈൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. നോക്കിയോണേ, അപ്പം ഞാനിവിടെ സൈൻ ഉപയോഗിക്കാൻ പോവാം. ഓക്കെ, സൈൻ ഏതാ? ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ BCD ഉപയോഗിക്കുന്നു. സൈൻ എത്ര ഡിഗ്രിയാ? സൈൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ 50യുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗിവൺ ആണ്.
സൈൻ 50യുടെ വാല്യൂ തന്നിരിക്കുന്നത് 0.8 മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. 0.8 ഈസ് ഈക്വൽ ടു, അത് കറക്റ്റ് വാല്യൂ അല്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ 0.7660 എന്നാണ്, അത് 0.8 എന്നാക്കി തന്നതാണ്. ഓപ്പോസിറ്റ് സൈഡ് CD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 10, ഇതിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 0.8 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു CD. അത് 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റ് റൈറ്റിലോട്ട് മാറ്റിയിട്ട് AD 8 ആയി, ദാറ്റ് ഈസ് CD. ദാറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നിങ്ങൾ നോക്കി, ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH. അതിൽ വാല്യൂ കൊടുക്കണം, ഹാഫ് ഇൻറ്റു ബേസ് 12 ആണ്, ഫുൾ എടുക്കണ്ട, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ട്രയാങ്കിൾ ആയിട്ട് എടുക്കണ്ടേ. 12 ഇൻറ്റു 8 ദാറ്റ്സ് ഈക്വൽ ടു 6 ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. മനസ്സിലായോ? അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. എന്താ 19th ക്വസ്റ്റ്യൻ? എ ബോയ് സ്റ്റാൻഡിങ് 40 മീറ്റർ അവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ and he sees the top of the tower at an angle of elevation 40 degree. Girl standing opposite the side, angle of elevation എത്ര ഡിഗ്രിയാ? 38 ഡിഗ്രി. അപ്പോൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. പ്ലെയിൻ ഗ്രൗണ്ട്, ഇവിടെയാണ് ബോയ് നിൽക്കുന്നത്. ഇയാൾ ഇവിടെ നിന്നിട്ട് ഇയാൾ നേരെ നോക്കി ഇതിൻ്റെ ടോപ്പ് കാണുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? 45 ഡിഗ്രി എലിവേഷനിലാണ് കാണുന്നത്. ബോയ് സ്റ്റാൻഡിങ് 40 മീറ്റർ അവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ടവർ. ഈ ഡിസ്റ്റൻസ് വരുന്നത് 40 മീറ്റർ ആണ്, കണ്ടോ? അപ്പോൾ ആ ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. പിന്നെ എ ഗേൾ സ്റ്റാൻഡിങ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ടവർ സീസ് ദ ടോപ്പ് ഓഫ് ദി ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 38 ഡിഗ്രി. അപ്പോൾ ഇയാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗേൾ നിന്നും കണ്ട് ഇവിടുന്ന് നോക്കുന്നത് എത്ര ഡിഗ്രി എലിവേഷനിലാണ്? 38 ഡിഗ്രിയിലാണ് കാണുന്നത്. ഇനി ഫൈൻഡ് ദ ഡ്രോ എ ഫിഗർ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ, ഹൗ ഫാർ ഇസ് ദ ഗേൾ സ്റ്റാൻഡിങ് അവേ ഫ്രം ദി ബോട്ടം ഓഫ് ദി ടവർ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാണ്ട്. എ ഇവിടെ കൊടുക്കാം, ഇവിടെ B കൊടുക്കാം, ഇവിടെ C കൊടുക്കാം, ഇവിടെ D കൊടുക്കാം. ഒന്ന് കാണേണ്ടത് AB എന്താണെന്നുള്ള ഹൈറ്റ് ഓഫ് ടവർ. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, ട്രയാങ്കിളിൽ ഈ കാണുന്നത് ടവർ ആണെങ്കിലും ഇത് നിൽക്കുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്, ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണാം. എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആംഗിൾസ് വരുന്നത് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. അതിൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 40 മീറ്റർ ആണെങ്കിൽ അടുത്ത 45ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 40 മീറ്റർ ആയിരിക്കും എന്നുള്ള ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ടവർ കിട്ടി, കണ്ടോ? അപ്പോൾ സ്റ്റെപ്പൊക്കെ എഴുതണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ പുതിയൊരു ട്രയാങ്കിൾ അവിടെ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഈ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കിളിൽ നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ പേരെന്താ? ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷെയ്ഡ് ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ട്രയാങ്കിൾ ABD നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ട്രയാങ്കിൾ ABD ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിരി, ഏത് സൈഡാണ് കാണേണ്ടത്? അഡ്ജസൻറ്റ് സൈഡ്. ഏത് സൈഡാണ് തന്നത്? ഓപ്പോസിറ്റ് സൈഡ്. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട കൺസിഡർ ട്രയാങ്കിൾ ABD tan 38 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 38ൻ്റെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമോ? tan 38ൻ്റെ വാല്യൂ വരുന്നത് 0.8 എന്നാണ് തന്നത്, കണ്ടോ? 0.8 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് ഇവിടെ പണിയുണ്ട് കേട്ടോ. 38 തന്നാൽ കുടുങ്ങിട്ടോ, ഡിവിഷൻ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. വേറെ ഓപ്ഷൻ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? AB ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? BD. വീണ്ടും 0.8 ഈസ് ഈക്വൽ ടു AB എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ BD എന്ന് പറഞ്ഞാൽ എത്രയാ? അറിയില്ലല്ലോ, BD. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ BDയെ ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റുന്നു. 0.8 ഇൻറ്റു BD ഈസ് ഈക്വൽ ടു 40, കണ്ടോ? ദെൻ അടുത്ത സ്റ്റെപ്പിൽ BD ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 0.8. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് ചെയ്യണം? ഡെസിമൽ പാർട്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കുക. അപ്പോൾ ഡെസിമൽ ഡിനോമിനേറ്ററിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്? പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക, അത്രയും 1ഉം 0യും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ഡിജിറ്റ് ഉള്ളപ്പോൾ 1 ഒരു 0 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. സോ BD ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 10 ദാറ്റ് ഈസ് 400 ഡിവൈഡഡ് ബൈ 8. സോ ഫൈനലി BD ഈസ് ഈക്വൽ ടു 40യിൽ എത്ര 8 ഉണ്ട്? 40യിൽ എത്ര 8 ഉണ്ട്? 5, കൂടെ ഒരു 0യും, കണ്ടോ? ദാറ്റ് ഈസ് 50 ഈസ് ഈക്വൽ 50 എന്ന് കിട്ടി. BD എന്ന് പറയുന്നത് 50 ആണെന്ന് കിട്ടി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, BD 50 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതേ ചോദിച്ചുള്ളൂ അല്ലേ? BD എത്ര? ആ ബിൽഡിങ്ങിനെ ചോട്ടുന്ന കുട്ടിയിലേക്കുള്ള ഹൈറ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് ആൻസർ നമുക്ക് കിട്ടി, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് ഇനി വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20 ഞാനൊന്ന് വായിക്കാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ? എ പേഴ്സൺ സ്റ്റാൻഡിങ് 80 മീറ്റർ അവേ ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ്. എ പേഴ്സൺ സീസ് ദി ടോപ്പ് ഓഫ് ദി ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്നെ ചെയ്യണേ. പ്ലെയിൻ ഗ്രൗണ്ട്, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് അല്ലേ? എ പേഴ്സൺ സ്റ്റാൻഡിങ് 80 മീറ്റർ അവേ ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് എത്ര? ഇവിടെ
45 ഡിഗ്രിയിലാണ് ഇയാൾ കാണുന്നത്. 80 മീറ്റർ എവേ ആണ്, 80 മീറ്റർ വിട്ട് നിന്നുകൊണ്ടാണ് ഇയാൾ നോക്കുന്നത്. അങ്ങനെ വിട്ട് നിന്ന് നോക്കി അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ട്? ഫ്രം ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ അനദർ പേഴ്സൺ സീസ് ദ ടോപ്പ് ഓഫ് ദി ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി. കണ്ടോ, ഇയാൾ ഇവിടെ നിന്നുകൊണ്ട് ഇയാൾ 50 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ടോപ്പ് കാണുന്നത്. പിന്നെ ആർ ദ സെയിം ലൈൻ. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലല്ലോ, ഇപ്പം ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ഇത്. എന്നിട്ട് കാണേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺസ്. അപ്പോൾ നിങ്ങൾ 80 ഈ ഡിസ്റ്റൻസ് നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കൂലേ, അത് 80 ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ആട്ടോ വേണ്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ ചെയ്യുന്നില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, നേരത്തെ നോക്കി മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. അത് നടക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് കേട്ടോ. 21 ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അത് ഒരു ഫിഗർ ഗിവൺ ആണ്, ശ്രദ്ധിക്കണം. ഫിഗർ ഇതാ തന്നിട്ടുണ്ട്. ഇതിനുള്ളിലൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ സർക്കം സർക്കിൾ അല്ല, ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് തന്നത്. ട്രയാങ്കിളാട്ടോ ഉള്ളിൽ. ഇത് 40 ഡിഗ്രി, അതേപോലെ തന്നെ ഇവിടെ 75 ഡിഗ്രി, ഇവിടെ 7 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മുകളിൽ എ തന്നിട്ടുണ്ട്, ഇത് ബി തന്നിട്ടുണ്ട്, ഇത് സി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഫൈൻഡ് ദ ആംഗിൾ എ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ എ എത്ര ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കി. ആംഗിൾ എ എത്ര വരുന്നത്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 45, 75, 115, 115 ഇവിടെ 65. ശരിയല്ലേ? കറക്റ്റാണ്, 115. ഇനി നമുക്ക് ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കം സർക്കിൾ. ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമുക്ക് എ ബി എന്ന് പറഞ്ഞാൽ ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് തന്നില്ലേ. ബി സി ഈസ് ഈക്വൽ ടു 2r സൈൻ എ. ബി സി എത്ര ഉള്ളത്? 7 ഈസ് ഈക്വൽ ടു 2r സൈൻ 65 ഡിഗ്രി. കണ്ടോ? ദെൻ 7 ഈസ് ഈക്വൽ ടു 2r സൈൻ 65ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സൈൻ 65ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.91. ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 7 ഡിവൈഡ് ബൈ 0.91 ഈസ് ഈക്വൽ ടു 2r. വീണ്ടും 2r ഈസ് ഈക്വൽ ടു 7 ഡിവൈഡ് ബൈ 0.91. മുകളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പറയേ, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2r ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു പറഞ്ഞു നോക്കി, ആലോചിച്ച് നോക്കി. 2r ഈസ് ഈക്വൽ ടു പറഞ്ഞുകൂടി. 2r ഈസ് ഈക്വൽ ടു 700 ഡിവൈഡഡ് ബൈ 91. 700ൽ എത്ര 91 ഉണ്ട് എന്നുള്ളത് നിങ്ങൾ 90 എത്ര ഉണ്ട് എന്നുള്ളൊരു ലോജിക്ക് വെച്ചിങ്ങാണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 700ൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഏകദേശം നമുക്ക് പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.69 എന്നാണ് വരിക. 7.6 മതി. ശരിക്കും പറഞ്ഞാൽ 7.7 തന്നെ വരും കേട്ടോ. 7.69 എന്നാണ് വരിക. അപ്പോൾ ഇത് 7.7 എടുത്തോളൂ നിങ്ങൾ കേട്ടോ. 2r ഈസ് ഈക്വൽ ടു 7.7 മതി, അങ്ങനെ എടുത്തോ. 2r ഈസ് ഈക്വൽ ടു എത്ര? 7.7. ഈ 7.7 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഡയമീറ്റർ ആണ് കേട്ടോ, ഡയമീറ്റർ ആണത്. ഇനി അതിനുശേഷം ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ആൻഡ് ബി എ സി. ഓ, എ ബി എ സിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എ ബി കണ്ടുപിടിക്കാൻ തുടങ്ങട്ടെ കേട്ടോ. അവൻ ഇപ്പുറത്തേക്ക് എഴുതാം, വേറെ ഓപ്ഷൻ ഇല്ല. എ ബി ഈസ് ഈക്വൽ ടു പറഞ്ഞേ, എന്താ എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എ ബി ഈസ് ഈക്വൽ ടു പറ 2r സൈൻ സി. ഉണ്ടോ? എ ബി ആണോ സി വരും? 2r സൈൻ സി. വീണ്ടും എ ബി ഈസ് ഈക്വൽ ടു 2r എന്ന് പറഞ്ഞാൽ 7.7 ഇൻറ്റു സൈൻ 75 ഡിഗ്രി. വീണ്ടും എ ബി ഈസ് ഈക്വൽ ടു 7.7 ഇൻറ്റു സൈൻ 75 ഡിഗ്രി. എത്ര സൈൻ 75 ഡിഗ്രി? 0.97. അപ്പോൾ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെയാ? 7.7ഉം അതേപോലെ തന്നെ 0.97 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ ബി എന്ന് പറയുന്ന വാല്യൂ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 7.49 എന്നാണ് കിട്ടുക. ഓക്കെ, ഏതാണ്ട് 7.5 തന്നെ. എ ബി കിട്ടിയ പോലെ നമുക്ക് എ സി കണ്ടുപിടിക്കാം. എ സി ഈസ് ഈക്വൽ ടു 2r സൈൻ ബി. അപ്പോൾ വീണ്ടും എ സി ഈസ് ഈക്വൽ ടു 7.7 ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞ വാല്യൂ എത്ര? സൈൻ 40. വീണ്ടും എ സി ഈസ് ഈക്വൽ ടു 7.7 ഇൻറ്റു സൈൻ 40 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക പറയും? സൈൻ 40 അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. സൈൻ 40യുടെ വാല്യൂ 0.64 ആണ് കണ്ടോ, 0.64. ദെൻ എ സി ഈസ് ഈക്വൽ ടു, അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ 7.7 ഏതാ അത് തന്നെ 7.7 ഇൻറ്റു 0.64 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, ആൻസർ കിട്ടുക 4.9 സംതിങ് വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് വരുമ്പോൾ
ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഞാനിവിടെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്, നോക്കിയോളം. ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇത് എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം, ഇവിടെ സി എന്ന് കൊടുക്കാം, ഇവിടെ 5 എന്ന് കൊടുക്കാം, ഇവിടെ 90 ഡിഗ്രിയാണ്. എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ബി സി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. സൈൻ എ ഈസ് ഈക്വൽ ടു 5/3. സൈൻ എ. അപ്പോൾ ഇത് ഏത് സൈഡാണ്? 5 എന്ന് പറയുന്നത് ഏത് സൈഡായിട്ടാണ് വരിക? ഈ ആംഗിളിൽ വെച്ച് പറയുമ്പോൾ ഇത് ഏത് സൈഡാണ്? ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതേതാ? ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതേതാ? അഡ്ജസൻറ്റ് സൈഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പറ, സൈൻ എ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നത്? സൈൻ എ ഈസ് ഈക്വൽ ടു എത്ര? 5/3 എന്നാണ് തന്നത്. അത് തെറ്റാണ്. കാരണം അതൊരിക്കലും സംഭവിക്കില്ല. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം. ആ തന്ന 5 എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? പറഞ്ഞുതരാം. ഇത് 5 അല്ല, ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നാ തിരുത്തണേ. ഇത് 3. ഓക്കെ, സൈൻ എ ഈസ് ഈക്വൽ ടു 3/5 എന്ന് എഴുതണം. സൈൻ എ ഈസ് ഈക്വൽ ടു എന്താ? 3/5. നിങ്ങൾക്കറിയാലോ 3/5 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര ആയിരിക്കും? 5 ആയിരിക്കും കേട്ടോ. അപ്പോൾ 3ഉം 5ഉം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അഡ്ജസൻറ്റ് സൈഡ് പറയാം. അല്ല സോറി, അതെ, അഡ്ജസൻറ്റ് സൈഡായ എ ബി പറയാം. എ ബി എന്താ വരിക? നിങ്ങൾ പറയും റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, ദാറ്റ് ഈസ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4 കേട്ടോ. അപ്പോൾ ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് 4 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഞാനങ്ങ് മാറ്റാണ്ട്, ഇതെല്ലാം കൂടെ കണ്ടാൽ അങ്ങ് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇത് മായ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ആൻസർ ആയിരിക്കില്ല അല്ലേ? ഏതാണ്ട് ടാൻ എ എന്താ വരിക? പറഞ്ഞു നോക്കി. ടാൻ എ ഈസ് ഈക്വൽ ടു 3/4. ടാൻ എ എന്താ? ടാൻ എ ഈസ് ഈക്വൽ ടു എന്താ വരിക? 3/4. നിങ്ങൾ പറയും ടാൻ സി എന്താ വരിക? ടാൻ സി, ടാൻ എ 3/4 ആണ്. ടാൻ സി, സി വെച്ചിട്ട് പറയും 4/3. അങ്ങനെയാണ് ടാൻ എ ഇൻറ്റു ടാൻ സി എന്താ വരിക? പറഞ്ഞു നോക്കി. ടാൻ എ ഇൻറ്റു ടാൻ സി ഈസ് ഈക്വൽ ടു പറയും 3/4 ഇൻറ്റു 4/3. അപ്പോൾ അവിടെ 12/12 എന്ന് വരുന്നു. ആൻസർ എന്താ വരുന്നത്? 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശരി, ഇനി 23, ക്വസ്റ്റ്യൻ നമ്പർ 23, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, റെക്റ്റാങ്കിൾ. ശ്രദ്ധിക്കണം, റെക്റ്റാങ്കിളിൽ നമുക്കിങ്ങനെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഇവിടെ 30 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് താഴേക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ വരയ്ക്കാം. 120 ഡിഗ്രിയാന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനേ നിങ്ങളോട് ചോദിക്കട്ടെ, പേര് കൊടുക്കണമല്ലോ അല്ലേ? ഇവിടെ എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം, ഇവിടെ സി എന്ന് കൊടുക്കാം, ഇവിടെ ഡി എന്ന് കൊടുക്കാം, ഇവിടെ ഇ എന്ന് കൊടുക്കാം കേട്ടോ. ഇനി എ ഇ ഡി എത്രയാണെന്നാണ് ചോദിച്ചത്? എ ഇ ഡി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അത് അവിടെ ഇവിടെ 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 60 ഡിഗ്രി, ശരിയല്ലേ? എ ഇ ഡി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി? എ ഡി എത്ര ഉണ്ട്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി? നിങ്ങൾ പറ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ട്രയാങ്കിൾ മനസ്സിലാൻ വേണ്ടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ട്രയാങ്കിൾ. നോക്കൂ നിങ്ങൾ, ഈ ട്രയാങ്കിൾ ആംഗിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞിരി. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി നിങ്ങൾ പറ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണുള്ളത്? സോറി, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 അല്ലേ? അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ ഹാഫായ 4 ആയിരിക്കും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 4√3 ആയിരിക്കും. സോ എ ഡി എന്ന് പറയുന്ന മെഷർമെൻറ്റ് നമുക്ക് കിട്ടി, ശരിയല്ലേ? ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ്, എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി ഇ? എന്താ ബി ഇ? എവിടെ ബി ഇ? ബി ഇ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യുന്നത്? ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് ചെയ്യാൻ. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. നോക്കിക്കോണേ, ഇതൊക്കെ കുറേയൊക്കെ ആയിട്ട് മാറ്റാട്ടെ. ഒരു ട്രയാങ്കിൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടോ നോക്കി. ഒരു ലൈനൂടെ നമ്മൾ അധികം വായിച്ചു പോയി. ശരി, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി നിങ്ങൾ. നോക്കൂ നിങ്ങൾ, അവിടെ 30 ഡിഗ്രി, 120 ഡിഗ്രി, ഇവിടെ എത്ര വരിക? 30 ഡിഗ്രി. 30, 120 ഐസോസലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഈ ബി ഇ എന്ന് പറയുന്ന ലെങ്ത് എത്ര ഉണ്ടാവുക? 8 ആയിരിക്കും, ശരിയല്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബി? സിമ്പിളായിട്ട് കിട്ടി ബി. അപ്പോൾ അതിന് മുമ്പേ നമ്മളിവിടെ എത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 8 ആണ്, അത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലെങ്ത് എത്ര ഉണ്ട് പറഞ്ഞേ? എ ബി ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ എ ഡി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4√3 ആണ് വരുന്നത്, ശരിയല്ലേ?
അപ്പോൾ ഇതിൻ്റെ ഏരിയ വരുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. അതായത് 12 × 4√3 ദാറ്റ്സ് ഈക്വൽ ടു 48√3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ഫിഗറിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, ഇത്രയാണ് ട്രിഗ്നോമെട്രി ചാപ്റ്ററിൽ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ഞാൻ പറയുകയാണെ, ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും പ്രിൻ്റ് ഇല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ അയച്ചു തരാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. തന്നെയുമല്ല, ഇത് ക്വസ്റ്റ്യൻ ഞാനതിലിപ്പോൾ സ്പീഡിൽ അങ്ങ് ചെയ്തു പോയതാണ്. ഇത് ഒരു ഹിൻറ്റ് തരിക എന്നുള്ളൊരു എയിം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. ഡീപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവല്ല, കാരണം ഇത്രയും ക്വസ്റ്റ്യൻ ഡീപ്പായിട്ട് പറയാൻ തന്നാൽ ഒരുപാട് സമയം വേസ്റ്റ് ആകും. അതുകൊണ്ട് ഞാനൊരു ഹിൻറ്റ് തന്നിട്ടേ ഉള്ളൂ. നിങ്ങളത് എന്ത് ചെയ്യണം, ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ.